ഇപ്പോൾ പൊതുവെ ആയിട്ടെ ഒരു 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ പേരൻസ് പല്ലുവേദനയും മോണയ്ക്ക് നീരൊക്കെ ആയിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അവരതൊരു പാൽപ്പല്ല് എന്നുള്ള കൺസെപ്റ്റിലാണ് പറിച്ച് കളയണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പാൽപ്പല്ലല്ല, അത് കുട്ടിയുടെ പെർമനൻ്റ് അണപ്പല്ലാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എപ്പോഴും ആൾക്കാർക്ക് ഒരു അവയർനെസ് കുറവാണ്. അപ്പോൾ യൂഷ്വലി ഒരു 6 വയസ്സിലാണ് കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ പോയിട്ട് പെർമനൻറ്റ് പല്ല് വരുന്നത്. അപ്പോൾ ഒരു മൈൽ സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുമ്പം ആദ്യത്തെ പെർമനൻറ്റ് പല്ല് എന്ന് പറയുന്നത് എപ്പോഴും പെർമനൻറ്റ് അണപ്പല്ലാണ്. അതായത് നമ്മുടെ വായയുടെ ഏറ്റവും അറ്റത്തായിരിക്കും ഈ പെർമനൻറ്റ് അണപ്പല്ല് വരുന്നത്. അത് ഒരു പാൽപ്പല്ലിനും പകരമായിട്ട് വരുന്നതല്ല, നമ്മുടെ മോണയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവിടെ വരുന്ന പല്ലാണ്. അപ്പോൾ ഇത് ഒരു അൺനോട്ടീസ്ഡ് ആണ്. സാധാരണ എന്താ ചെയ്യുക, പാൽപ്പല്ലുകൾ പോയിട്ട് പെർമനൻറ്റ് പല്ലുകൾ വരുന്നത് നമുക്ക് ഡെഫിനറ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതൊരു പാൽപ്പല്ല് എന്നുള്ള കൺസിഡറേഷൻ ഇരിക്കുകയും അതിന് പോവാനുള്ള പല്ലാണെന്ന് കരുതിയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുകയാണ് ആൾക്കാർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കേടൊക്കെ വരുമ്പോൾ അടപ്പിക്കില്ല, പെയിനായിട്ട് വരുമ്പം പിന്നെ പറിക്കണം എന്നുള്ള കൺസെപ്റ്റിൽ വരും. അപ്പോൾ നമ്മളതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പെർമനൻറ്റ് അണപ്പല്ലെന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ലോങ് വേണ്ട പല്ലാണ്. അപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 6-6.5 വയസ്സിലും പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 5.5 വയസ്സിലൊക്കെയാണ് ഈ പല്ല് വന്നു തുടങ്ങുന്നത്. അപ്പോൾ വായയുടെ ഷേപ്പ്, മുഖത്തിൻ്റെ ഷേപ്പ്, നമ്മുടെ വായിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് പല്ലാണ് ഈ പെർമനൻറ്റ് മോളാർ. നമ്മൾ ചവയ്ക്കുന്നതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല്ലാണ്. അപ്പോൾ ഒരു 7 വയസ്സിലെ ഈ പല്ലുകൾ കേടായി പറിച്ച് കളയണം എന്നുള്ള ഒരു രീതിയിൽ എത്തുമ്പം അത് കുഞ്ഞിനെ ലൈഫ് ലോങ് കുഞ്ഞിൻ്റെ കുറേ കാര്യങ്ങളിൽ അത് ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർമനൻറ്റ് മോളാർ എന്ന് പറയുന്നത് 6 വയസ്സിൽ വരുന്ന പെർമനൻറ്റ് പല്ലാണെന്നും അത് പിന്നീട് ഒരിക്കലും പോവില്ല എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം.